ഒരു ചെറുപ്പക്കാരന് 73 വയസ്സായത്രേ. മാഷാ അല്ലാ എന്ന് പറയും സാധാരണ ഇസ്ലാം മത വിശ്വാസത്തിൽ. എന്ന് വെച്ചാൽ അപാരമായ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു അനുഗ്രഹം ഉടയതമ്പുരാൻ കൊടുത്താൽ അതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടത്. ഈ 73കാരൻ ചെറുപ്പക്കാരനായിട്ട് കൊല്ലം എനിക്ക് തോന്നുന്നത് 10-45 45 കൊല്ലമായി ഇയാൾ ചെറുപ്പക്കാരനാണ്. നമുക്ക് പല കാര്യത്തിലും പുള്ളിയോട് വിയോജിക്കാം, അല്ലെങ്കിൽ പുള്ളിയെ കുറ്റം പറയാം, അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും മമ്മൂക്കയ്ക്ക് മാത്രം കഴിയുന്ന ഒരധ്വാനം, ഒരു ചിട്ട, ഒരു ജീവിതശൈലി, ഒരു രൂപപ്പെടുത്തൽ അതുകൂടി അനുഗ്രഹത്തോടൊപ്പം ഉണ്ടെങ്കിലേ ഇങ്ങനെ ഒരാൾക്ക് തൻ്റെ ഈ പറയുന്ന ശരീരം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയും. അദ്ദേഹം ഒരു അലസ ആക്ടറല്ല, അദ്ദേഹം ഒരു അനിയന്ത്രിത ആക്ടറല്ല, പക്ഷെ അദ്ദേഹം ഒരു ഹംഗ്രി ആക്ടറാണ്. അദ്ദേഹത്തിന് എപ്പോഴും വിശപ്പും ദാഹവുമാണ്. അദ്ദേഹത്തിന് എപ്പോഴും തൻ്റെ കഥാപാത്രങ്ങളെ മെച്ചപ്പെടുത്താൻ, തൻ്റെ യൗവനം സൂക്ഷിക്കാൻ, തൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ വല്ലാത്തൊരു വിശപ്പും ദാഹവുമുണ്ട്. ആ വിശപ്പും ദാഹവുമാണ് ആ മനുഷ്യനെ അങ്ങനെ നിലനിർത്തിയിരിക്കുന്നത്. അതിന് സല്യൂട്ട് കൊടുക്കേണ്ടത് അദ്ദേഹത്തിന് തന്നെയാണ്. നമ്മൾ സാറിന് പറയുമല്ലോ, താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന പോലെ അത്രമേൽ ആ മനുഷ്യനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സ്വന്തം ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ 73കാരൻ 30കാരനായിരിക്കുന്നത്. മമ്മൂക്ക ശരിക്കൊരു അത്ഭുതമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 5ലോ 6ലോ ഒക്കെ സിനിമ കാണുമ്പോൾ ഇതേ ആൾ തന്നെയാണ് നായകൻ. ഇപ്പോഴും ഈ പഹയൻ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കി ടീഷർട്ടും ജീൻസും ഒക്കെ ഇട്ടാൽ കോളേജ് ക്യാമ്പസിൻ്റെ മുന്നിൽ നിന്ന് വേണമെങ്കിലും പ്രണയ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കിതിനകത്ത് അസൂയയല്ല തോന്നുന്നത്, വലിയ സന്തോഷമാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരാൾ ഇത്ര രൂപപ്പെടുത്തപ്പെട്ട നിലയിൽ ഇത്രമേൽ സന്തോഷത്തോടെ ഇഷ്ടങ്ങളെ സ്നേഹിച്ചും അല്ലെങ്കിൽ സ്വന്തം ഈ ശരീരത്തെയും കഥാപാത്രങ്ങളെയും ഒക്കെ സ്നേഹിച്ച് അങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം കൂടുതൽ ഹിറ്റായി തുടങ്ങിയത് 60കൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു. 60 വയസ്സ് കഴിഞ്ഞുള്ള ഇപ്പോൾ അവസാനത്തെ 5 വർഷമൊക്കെ മമ്മൂക്കയുടെ ഏത് പടവും ഹിറ്റാവുകയാണ്. ചിലപ്പോൾ അതിലെ സബ്സ്റ്റൻസ് അത്രമേലൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒടുവിലിറങ്ങിയ ടർബോ ഒക്കെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് മലയാളികൾക്കൊരു തരം എന്താ പറയുന്നത്, ഇഷ്ടത്തിൻ്റെ ഭ്രമം ഈ മനുഷ്യനോടായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് വലിയ കാര്യങ്ങളില്ലെങ്കിൽ പോലും അത്തരം സിനിമകൾ കണ്ട് വിജയിപ്പിക്കാൻ മലയാളികൾ രംഗത്തിറങ്ങുന്നത്. നന്നായിരിക്കട്ടെ, പടച്ചതമ്പുരാൻ ദീർഘായുസ് നൽകട്ടെ, ആരോഗ്യവും സൗന്ദര്യവുമൊക്കെ എന്നും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യട്ടെ.